Hey guys, സാംസങ്ങിൻ്റെ ചെറിയൊരു സ്കാമിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഇതിനെ പറ്റിയിട്ട് പറയണത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇയർ സാംസങ് ഗാലക്സി M35 ലോഞ്ച് ചെയ്തിരുന്നു. ജൂണിലോ ജൂലൈയിലായിട്ട് ലോഞ്ച് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫോണായിരുന്നു. സ്പെസിഫിക്കേഷൻ ഫോർ ദ പ്രൈസ് അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പ്രൈസ് 17,000 സംതിങ് ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വില ഞാൻ നോക്കുന്ന സമയത്ത് 13,999 മീൻസ് 14,000. പക്ഷേ ഈ വർഷം സാംസങ് വേറൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ്ങിന് എല്ലാ വർഷവും ഒരു ഫോൺ ലോഞ്ച് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് സാംസങ് ഗാലക്സി M36 ലോഞ്ച് ആക്കിയത്. ഇപ്പോൾ സാംസങ് ഗാലക്സി M36ൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 17,499 ആണ് ഞാൻ നോക്കുന്ന സമയത്ത്. അതേസമയത്ത് ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ഫോണിൻ്റെ പ്രൈസ് ഇപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ 13,999 വിച്ച് ഈസ് സാംസങ് ഗാലക്സി M35. 3,500 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് M36നെ നന്നായിട്ട് പ്രൈസ് ചെയ്ത് പറയേണ്ടായിരുന്നു, നല്ല ഫോണാണ്, ഈ പ്രൈസിന് നിങ്ങൾക്ക് നല്ലൊരു ഫോൺ മേടിക്കണമെങ്കിൽ സാംസങ് ഗാലക്സി M36 നല്ലൊരു ഫോണായിരിക്കും. ഞാൻ പറയാന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി M36 പ്രാക്ടിക്കലി സാംസങ് ഗാലക്സി M35 തന്നെയാണ് വിത്ത് എ ലോട്ട് ഓഫ് ഡൗൺ ഗ്രേഡ്സ്. അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ M35 നമുക്ക് 6000 mAh ബാറ്ററി കിട്ടിയിരുന്നു. അതേ സമയത്ത് സാംസങ് ഗാലക്സി M36 5000 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. 1000 mAh ബാറ്ററി കുറച്ചു. അതേമാതിരി M35 ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം മോഡേൺ ഫോണിൻ്റെ ലുക്ക് ഉണ്ടായിരുന്നു ബിക്കോസ് ഓഫ് പഞ്ച് ഹോൾ. M36 നമുക്ക് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇപ്പോൾ വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ഞാൻ പറയാന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് എൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി M21 ഉണ്ടായിരുന്നു. ആ സമയത്ത് തൊട്ടിട്ടാണ് ഈ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഫേമസ് ആയി വന്നത്. ആ സമയത്ത് സാംസങ് ഈ 15,000 രൂപയുടെ ഫോൺ M21 ഞാൻ മേടിച്ചത് ഓർമ്മ ഉണ്ടാവുമോ എന്നറിയില്ല നിങ്ങൾക്ക്. അതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. ആ ഫോൺ ഞാൻ ഒരു 13,000 മേടിച്ചിരുന്നത്. ആ സെയിം വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് സാംസങ് ഗാലക്സി M36 ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ഡൗൺ ഗ്രേഡാണ്. പിന്നെ അടുത്തത് നോക്കുകയെന്ന് വെച്ചാൽ M35 1000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു. അതേ സമയത്ത് സാംസങ് ഗാലക്സി M36 800 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഉള്ളത്. അപ്പോൾ ബ്രൈറ്റ്നസ് ലെവലിലും കുറച്ച് അവർ. അപ്പോൾ എത്ര വില കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് നമ്മളൊരു ഡൗൺ ഗ്രേഡായ ഫോൺ മേടിക്കേണ്ട ആവശ്യം? അത് ഒരു യൂട്യൂബേഴ്സ് ഇതുവരെ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. 36 മെയിനായിട്ട് അവർ അഡ്വർടൈസ് ചെയ്യണത് സർക്കിൾ ടു സെർച്ച് ഉണ്ട്, പിന്നെ അതേമാതിരി ജെമിനൈ ഉണ്ട്, ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ അഡ്വർടൈസ് ചെയ്യണത്. അപ്പോൾ ബേസിക്കലി ഇതൊരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്, ഗൂഗിളിൻ്റെ സർവീസസ് ആണിത്. അത് സാംസങ്ങിൻ്റെ സർവീസസ് അല്ല. അപ്പോൾ സാംസങ്ങിന് A35 കൊടുക്കുക ആ ഫീച്ചേഴ്സ്. ബിക്കോസ് സെയിം പ്രൊസസ്സർ തന്നെയാണ്. ലൈക്ക് Exynos 1380 ആണ് A35 ഉള്ളത്, A36 പക്ഷേ അവരുടെ പുതിയ ഫോൺ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവർ ജെമിനായി പിന്നെ അതേമാതിരി സർക്കിൾ ടു സെർച്ച് അതൊക്കെ A36 കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് ഷുവറില്ല. A35 ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയുക, നിങ്ങളുടെ ഫോണിൽ സർക്കിൾ ടു സെർച്ചും അതേമാതിരി ജെമിനൈൻ്റെ ഫീച്ചേഴ്സ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, അതിനെപ്പറ്റി ചെറുതായിട്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യുക. A35 സ്പെസിഫിക്കേഷനിലുള്ള ഫോൺ തന്നെയാണ് A36 വിത്ത് എ ലോട്ട് ഓഫ് ഡൗൺ ഗ്രേഡ്സ്. പക്ഷേ അതോടെ സാംസങ് നിർത്തിയിട്ടില്ല. ഫ്ലിപ്കാർട്ടിൽ അവർ F36 ഇറക്കിയിട്ടുണ്ട്. അതും സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ F36 അപ്പോൾ ഓഫ്ലൈനിന് വേണ്ടിയിട്ട് സെയിം സ്പെസിഫിക്കേഷനിൽ ഒരു ഫോൺ വേണ്ടേ. അപ്പോൾ അതിന് അവർ സാംസങ് ഗാലക്സി A26 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 20,882 ആണ്. ഓക്കെ, ഓഫ്ലൈൻ സ്റ്റോർസിൽ പോയി മേടിക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ ഡിഫറൻസ് A26 എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. ആ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റിന് നിങ്ങൾ 3,383 രൂപ അധികം കൊടുത്തിട്ട് A26 ഒരു ലോജിക്കും ഇല്ല. കുറേ പേർക്ക് ഓൺലൈൻ മേടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർ ഡയറക്റ്റ്ലി കടയിൽ പോയിട്ട് സാംസങ്ങിൻ്റെ ഒരു 20,000 ഒരു ഫോൺ, നല്ലൊരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ ഷോപ്പ് കീപ്പേഴ്സ് അവർക്ക് സാംസങ് ഗാലക്സി A26 റെക്കമെൻഡ് ചെയ്യാണ്ട് ദ പ്രൈസ് റേഞ്ച് ഓഫ് 20,000. പക്ഷെ അവർക്കറിയില്ലല്ലോ സാംസങ് ഗാലക്സി M35 ലാസ്റ്റ് ഇയർ ലോഞ്ച് ആയത് സെയിം ഫോൺ തന്നെയാണ്. അതേമാതിരി M36 സെയിം ഫോൺ തന്നെയാണ്, F36 സെയിം ഫോൺ തന്നെയാണെന്ന്. അപ്പോൾ അവരത് 20,000 അത് മേടിച്ചുകൊണ്ടിരും. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സാംസങ്ങിൻ്റെ ഫോൺ വേണമെങ്കിൽ 20,000 ഉള്ള ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോണത് സാംസങ് ഗാലക്സി M35 5G ആയിരിക്കും. അതിൻ്റെ പ്രൈസും കുറവാണ്. ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് 14,000 ആയിരുന്നു. 14,000 നല്ലൊരു ഫോണാണത്. ഓക്കെ,
അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യുക. M36 ഓവർ പ്രൈസ് ആയിട്ട് M35 M36 മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതേമാതിരി F36 മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓഫ്ലൈനിൽ നോക്കാന്ന് വെച്ചാൽ A26 മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പറയണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിച്ചിരിക്കണു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്